ശ്രീ അഷ്റഫ്. സർ, കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് അതീവ ഗൗരവതരമായ ഒരു വെല്ലുവിളിയെ അഭിമുഖീകരിക്കുകയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. കുടുംബത്തിൻ്റെ നെടുന്തൂണാവേണ്ട 30-45 പ്രായപരിധിയിലുള്ളവർ പോലും അപ്രതീക്ഷിതമായി മരണപ്പെടുകയോ അല്ലെങ്കിൽ കിടപ്പിലാവുകയോ ചെയ്യുന്നത് അങ്ങേറ്റം വേദനാജനകമാണ്. മുമ്പ് 60 വയസ്സിന് മുകളിൽ കണ്ടിരുന്ന ഈ രോഗാവസ്ഥ ഇപ്പോൾ യുവാക്കളിലും കുട്ടികളിൽ പോലും വ്യാപകമാകുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. കോവിഡിന് ശേഷം വ്യാപകമായി കാണപ്പെടുന്ന ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലിനിക്കൽ പഠനം നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. കൂടാതെ ഒരു സംസ്ഥാനതല സ്റ്റോക്ക് രജിസ്റ്റർ ആരംഭിക്കുന്നത് ഉചിതമായിരിക്കും. സ്റ്റോക്ക് ചികിത്സ സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സ്വകാര്യ ആശുപത്രികളിൽ ഭാരിച്ച ചെലവ് കാരണം പല കുടുംബങ്ങളും കടക്കണിയിലാവുകയാണ്. സ്റ്റോക്ക് വന്നാലുടൻ നൽകേണ്ട ചികിത്സയും വില കൂടിയ മരുന്നുകളും എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും അത്യാധുനിക സ്റ്റോക്ക് യൂണിറ്റുകളും താലൂക്ക് തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CT സ്കാൻ സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളെയും പ്രാദേശിക ആശുപത്രികളെയും സംബന്ധിച്ച് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക നടപ്പിലാക്കണം. സ്ട്രോക്ക് അതിജീവിച്ചവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ മാസങ്ങളോളം നീളുന്ന ഫിസിയോതെറാപ്പി ആവശ്യമാണ്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്. പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ കമ്മ്യൂണിറ്റി ഫിസിയോതെറാപ്പി സെൻ്ററുകൾ ആരംഭിക്കണം. കിടപ്പിലായ രോഗികൾക്കായി മൊബൈൽ യൂണിറ്റ് ഫിസിയോതെറാപ്പി പദ്ധതി ആവിഷ്കരിക്കണം. കൂടുതൽ ഫിസിയോതെറാപ്പിസ്റ്റുകളെ നിയമിക്കുകയും കൂടുതൽ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നടപ്പിലാക്കുകയും വേണം. സർ, കുടുംബനാഥൻ രോഗബാധിതനാകുമ്പോൾ തകരുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ സ്ട്രോക്ക് ചികിത്സയ്ക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തണം. രോഗം ഭേദമായവർക്കായി പ്രത്യേക തൊഴിൽ പുനരധിവാസ പദ്ധതികളും ആവിഷ്കരിക്കണം. യുവാക്കൾക്കിടയിൽ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ആശാവർക്കർമാർ, യൂത്ത് ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ വഴി വിപുലമായ ബോധവൽക്കരണവും പോസ്റ്റ് കോവിഡ് സ്കാനിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കണം. ഈ ഗൗരവകരമായ സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് സമഗ്ര ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ. സർ, യെസ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് തലച്ചോറിലേക്കുള്ള രക്തധമനികളിൽ രക്തസ്രാവം സംഭവിക്കുന്നത് മൂലമോ രക്തം കട്ടപിടിക്കുന്നത് മൂലമോ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം തടസ്സപ്പെടുകയും അതിൻ്റെ ഫലമായി തലച്ചോറിൻ്റെ പ്രവർത്തനശേഷി നഷ്ടപ്പെടുകയോ മന്ദീഭവിക്കുകയോ ചെയ്യുന്ന ഒരു ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയാണ് ഈ പക്ഷാഘാതം എന്ന് പറയുന്നത്. സാർ, അത് ഏത് പ്രായക്കാരിലും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഈ രോഗാവസ്ഥ അടിയന്തര ചികിത്സ തീർച്ചയായിട്ടും അതിന് നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ കുറേ കൂടെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ, എന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഈ സഭയിൽ പറയാം. ബാക്കി കാര്യങ്ങൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കാം. ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, രക്താതീത മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള നിഷ്ക്രിയത്വം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും അപകട സാധ്യതകളും ഈ പക്ഷാഘാതം വർദ്ധിപ്പിക്കുന്നതിന് സഹായമാകുന്നു. പലർക്കും ഈ കൊളസ്ട്രോളും പുകവലിയൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല പലരും വ്യായാമം ചെയ്യാറില്ല. ഇതെല്ലാം പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ പക്ഷാഘാതം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കോവിഡ് രോഗബാധയുടെ ഫലമായി രക്തധമനികളിൽ സംഭവിക്കുന്ന ക്ഷതമോ രക്തം കട്ടപിടിക്കുന്ന പ്രവണതയോ ഇതിന് കാരണമാകാമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും പഠനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. അത് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിനാൽ കോവിഡിന് ശേഷമുള്ള സ്ട്രോക്ക് വർധനയെ പറ്റിയുള്ള വിഷയത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തലും നിരീക്ഷണങ്ങളും തുടരുന്നതാണ്. പക്ഷാഘാതം പ്രധാനമായും 2 തരത്തിലാണ് സാർ കാണപ്പെടുന്നത്. രക്തസ്രാവം മൂലം ഹെമറാജിക് സ്ട്രോക്കും രക്തം കട്ടപിടിക്കുന്നത് മൂലം സംഭവിക്കുന്ന ഇസ്ലീമിക് അഥവാ ത്രോംബോട്ടിക് സ്ട്രോക്കുമാണിവ. ഇതിൽ ത്രോംബോട്ടിക് സ്ട്രോക്ക് ലക്ഷണം ആരംഭിച്ച് 4.5 മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും സുഖപ്പെടുത്താവുന്ന ഒരു സ്ട്രോക്കാണ്. ക്ലോട്ട് ലയിപ്പിക്കുന്നതിനുള്ള ടിഷ്യൂ പ്ലാസ്മിനോജൻ
ആക്ടിവേറ്റർ പോലുള്ള വിലയേറിയ മരുന്നുകൾ സമയബന്ധിതമായി നൽകുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം പുനഃസ്ഥാപിക്കാനും രോഗിയിലുള്ള വൈകല്യവും മരണസാധ്യത കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അങ്ങ് പറഞ്ഞ പോലെ ടേബിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ടേബിൾ ചെയ്താൽ ഇതിൽ ടേബിൾ ചെയ്യാൻ ചില പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമാണ് സാർ അവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഇനി കുറേ കൂടി ഉണ്ടെങ്കിലും അത് ടേബിൾ ചെയ്യാം. ബഹുമാനപ്പെട്ട അംഗം ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നതുകൊണ്ടാണ്, ഈ കാര്യങ്ങളൊക്കെ ഓരോ താല്പര്യം എടുക്കുന്ന ഒരാളായതുകൊണ്ടാണ് കുറച്ച് വിശദമായിട്ടുള്ളൊരു നോട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. സാർ, ഇതിനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4 മണിക്കൂറിനുള്ളിൽ രോഗികളെ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2 ജില്ലകൾ വയനാടും മലപ്പുറവും ആണ് ആരംഭിക്കാത്ത. അവിടെ മെഡിക്കൽ കോളേജുകൾ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിലവിൽ ജില്ലാ ആശുപത്രികളിൽ സ്ട്രോക്ക് യൂണിറ്റുകളും ത്രോംബോളിക് ചികിത്സാ സൗകര്യം ലഭ്യമാണ് സാർ. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് TPA 50 mg മരുന്ന് സംഭരിച്ച് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനും ഉള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളെ ഹബ്ബുകളായും ജില്ലാ ജനറൽ ആശുപത്രികളെ സ്പോക്കുകളായും ഉൾപ്പെടുത്തി ഹബ് ആൻഡ് സ്പോക്ക്, നേരത്തെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു, മാതൃകയിൽ സ്ട്രോക്ക് പരിചരണ ശൃംഖല ശക്തിപ്പെടുത്തുന്ന വിഷയം സർക്കാർ തലത്തിൽ സജീവ പരിഗണനയിലാണ്. പക്ഷാഘാത ചികിത്സയോളം തന്നെ പ്രധാനപ്പെട്ടാണ് സാർ പക്ഷാഘാതാനന്തര പുനരധിവാസം. സ്ട്രോക്ക് മൂലം സംഭവിക്കുന്ന വൈകല്യങ്ങൾ കുറയ്ക്കാനും രോഗികളെ സാമൂഹികവും തൊഴിൽപരവുമായ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാനും തുടർച്ചയായ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, തൊഴിൽ പരിശീലനം, മാനസിക പിന്തുണ എന്നിവ അനിവാര്യമാണ്. നിലവിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഫിസിക്കൽ മെഡിസിൻ യൂണിറ്റിനോടനുബന്ധിച്ച് സ്ട്രോക്ക് പുനരധിവാസ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പ്ലീസ് സാർ, റോബോട്ടിക് റിഹാബിലിറ്റേഷൻ പോലുള്ള ആധുനിക പുനരധിവാസ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്ന വിഷയം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറുമായി ആലോചിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുന്നതാണ്. സ്ട്രോക്കിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിൽ പൊതുജന ബോധവൽക്കരണം വളരെ നിർണായകമാണ് സാർ. ഇതിനെക്കുറിച്ച് കാരണം ഈ പുകവലി, മദ്യപാനം ഇതെല്ലാം ഈ പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ബാക്കിയുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് സാർ, അത് ഞാൻ ടേബിൾ ചെയ്യാം. ശ്രീ അഷ്റഫ്, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, അങ്ങേ മറുപടിയിൽ പറഞ്ഞു നമ്മളൊക്കെ MLA ഈ സ്ട്രോക്ക് ബാധിച്ച രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ പറയുന്നൊരു സങ്കടമുണ്ട്. ഓൾറെഡി ഒരു 10-15 ലക്ഷം ബില്ല് അവർക്ക് വരുന്നുണ്ട്, വീട് പിന്നെ പണയം വെക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ കൈയൊക്കെ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ പിന്നെ വീണ്ടും ചികിത്സ തുടരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പറയൽ പിന്നെ ദൂരമാണ്, ജില്ലാ ആസ്ഥാനത്താണ് ഒറ്റ മിനിറ്റ് സാർ സൗകര്യമുള്ളത്, പിന്നെ അതിന് നല്ല ഭാരിച്ച ചിലവ് വരുമെന്ന് അറിയുന്നത്. സാർ, ഇതൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ബ്ലോക്ക് അടിസ്ഥാനം, ക്യാൻസർ പോലെ, ഡയാലിസിസ് പോലെ ഭാവിയിൽ കോവിഡിന് ശേഷം വ്യാപകമായി. ഇപ്പം ഞാനിപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ ഇലക്ഷനിലൊക്കെ സജീവമായിരുന്ന MK ഖലീൽ എന്നറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്നാണ്, നല്ല സ്പോർട്സ്മാനാണ്, എല്ലാ ദിവസവും വ്യായാമം ചെയ്യും. വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് ബാധിച്ചു. അപ്പോൾ ഈ സ്ട്രോക്കിന് ശേഷം ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ട് സാർ. അത് പറയുമ്പോൾ ഒറ്റ കാര്യം സാർ, എൻ്റെ തൊട്ടടുത്താണ് പിന്നെ 5 മെഡിക്കൽ കോളേജസിലുള്ള ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി MLA അടുത്ത് വരും. ആ കുട്ടികളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമീണ തലത്തിൽ ഈ സ്ട്രോക്ക് ബാധിച്ചവർക്ക് അവരുടെ സെക്കൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഏർപ്പാടുണ്ടാക്കിക്കൂടെ? മിനിസ്റ്റർ സാർ, ഇതിന് വരുന്നൊരു ചെലവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുണ്ട്, പക്ഷേ ആ തുക കൊണ്ട് മാത്രം ഇതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള തുക തികയില്ല. കാരണം ഇതിന് ഏതാണ്ട് 2.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ഇതിൻ്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത് ശരിയാവാത്ത സാഹചര്യത്തിൽ മെക്കാനിക്കൽ ത്രോംബോസ്റ്റമിയുടെയും പോസ്റ്റ് സ്ട്രോക്ക് ICU പരിചരണത്തിൻ്റെയും ചെലവ് ഉൾക്കൊള്ളുന്ന വിധത്തിൽ വിവിധ സംവിധാനങ്ങൾ, ഇപ്പം മെഡിസിപ്പുണ്ട്, അതുപോലെ കാരുണ്യ പദ്ധതിയുണ്ട്, അതിനെല്ലാം കവറേജ് 5 ലക്ഷമായി വർദ്ധിപ്പിക്കുന്ന വിഷയം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി ആലോചിച്ച് അത് പരിശോധിക്കുന്നതാണ്. വെരി ഗുഡ്.